കൃപാസന അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് കൗണ്ട് പ്രോബ്ലം ആയിരുന്നു. 2013 മുതൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. IVF, IUI പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. ഏത് ഹോസ്പിറ്റലിൽ പോയാലും പറയുന്നത് നിങ്ങൾക്ക് നോർമലായിട്ട് കുട്ടികൾ ഉണ്ടാവില്ലെന്നാണ്. കാര്യം എൻ്റെ ഹസ്ബൻഡിന് മോട്ടിലിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. 5% എൻ്റെ ഹസ്ബൻഡിൻ്റെ മോട്ടിലിറ്റി ഉള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് എനിക്ക് പ്രഗ്നൻസി സാധ്യമല്ലായിരുന്നു. 2013 മുതൽ 2024 മാർച്ച് വരെ ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു. പല ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി. ഒരുപാട് ലക്ഷങ്ങൾ ഞങ്ങൾക്ക് ചിലവായി. 2023 ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. 2023 ഞാൻ അവിടുന്ന് ജോലിയെല്ലാം റിസൈൻ ചെയ്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ നാട്ടിൽ വന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നു. മൂവാറ്റുപുഴയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനായി പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെരിക്കോസിൻ്റെ ഒരു സർജറി ചെയ്താൽ നിങ്ങളുടെ ഹസ്ബൻഡിന് എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന് വെരിക്കോസിൻ്റെ സർജറി ചെയ്തു. ആ സർജറി ഫെയിലിയർ ആയിരുന്നു. കാര്യം എൻ്റെ ഹസ്ബൻഡിനുള്ള കൗണ്ടും മോട്ടിലിറ്റിയും കൂടെ കുറയുകയാണ് ചെയ്തത്. അങ്ങനെ അവസാനം ഞങ്ങളുടെ കാശെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ വീണ്ടും ഖത്തറിലേക്ക് തിരിച്ചു പോയി. അവിടെ വെച്ച് എൻ്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടമായിട്ട് ജോലിയില്ലാതെ കുറേ നാൾ നടന്നു. ആ സമയത്താണ് എൻ്റെ മമ്മി കൃപാസനത്തിൽ വരുന്നത്. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡിനും ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി റെഡിയാവുകയും ഞാൻ കൃപാസനത്തിലെ 5 പ്രാർത്ഥന ചൊല്ലുകയും അതേപോലെ തന്നെ എല്ലാ ദിവസവും ഉടമ്പടി ധ്യാനത്തിൽ ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനം കൂടുകയെല്ലാം ചെയ്തു. പക്ഷേ എങ്കിലും എൻ്റെ പ്രാർത്ഥന അത്ര പ്രോപ്പർ അല്ലായിരുന്നു. ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനയോ ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു. എനിക്ക് കറക്റ്റ് ടൈമിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. പിന്നെ ഇവിടെയുള്ള ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുമോ? എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ചോദിക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇതൊക്കെ സാധ്യമാണോ? പക്ഷേ ലൂക്ക 18:27 വചനം ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനം ഞാൻ മുറുകെ പിടിച്ചു. 33 പ്രാവശ്യം ഡെയിലി ഞാൻ ചൊല്ലുമായിരുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, മനുഷ്യർക്ക് അസാധ്യമാണ്. എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് 1 മണിക്കൂറോളം ദൂരമുണ്ടായിരുന്നു. ആ ദൂരമുള്ള സമയത്ത് മൊത്തവും ഞാൻ ഈ വചനമായിരുന്നു ചൊല്ലുന്നത്. മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യം. ഞാൻ കൃപാസനത്തിലെ അച്ഛൻ്റെ ധ്യാനം സാക്ഷ്യങ്ങളെല്ലാം സ്റ്റാറ്റസ് ഇടുമായിരുന്നു. സ്റ്റാറ്റസ് ഇടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയുമായിരുന്നു, നീ ആദ്യം നീ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നീ ഇത് കണക്ക് ചെയ്യുക. അല്ലാതെ ചുമ്മാ സാക്ഷ്യങ്ങൾ മാത്രം ഷെയർ ചെയ്തിട്ട് നിനക്ക് കുഞ്ഞുണ്ടാവാനൊന്നും ചാൻസ് ഇല്ല. ഞാൻ അന്നേരം അവരോട് പറയും, മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്, ദൈവം എനിക്ക് സാധിച്ചു തരും. അപ്പോൾ അവരെല്ലാം എന്നെ കളിയാക്കി ചിരിക്കുമായിരുന്നു. ഈവൻ എൻ്റെ റിലേറ്റീവ്സ് വരെ എന്നെ കളിയാക്കുമായിരുന്നു, നീ ഒരു ഹിന്ദുവാണ്, നീ എന്തിനാണ് പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞ്. ലാസ്റ്റ് ഞാൻ ജനുവരി 2024 ആയപ്പോൾ വീണ്ടും എൻ്റെ ഉടമ്പടി ഞാൻ ഓൺലൈൻ വഴി വീണ്ടും പുതുക്കി റീസ്റ്റാർട്ട് ചെയ്തു. ഞാൻ 5:30 ആകുമ്പോൾ രാവിലെ എഴുന്നേക്കും, പ്രാർത്ഥിക്കും, അതേപോലെ എൻ്റെ ഷെയർ ചെയ്യും, ഫ്രണ്ട്സിനുമായിട്ടെല്ലാം പങ്കുവെക്കും, ഇതേപോലെ വചനങ്ങൾ പ്രാർത്ഥിക്കും, ഒരുപാട് ധ്യാനങ്ങൾ കൂടും, അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കൂടും, ഷെയർ ചെയ്യും, എല്ലാം ചെയ്യും. അവസാനം മാർച്ച് മാസം ആയപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്താ ഫലം കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിവരെല്ലാം മുമ്പി അമ്മയുടെ ഒരു പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായി എനിക്ക് മാറണം, മാതാവ് അതിന് എനിക്കൊരു വഴി കാണിച്ചു തരണമെന്ന്. പിറ്റേ മാസം ഏപ്രിൽ 20 നമുക്ക് നൊയമ്പുണ്ടായിരുന്നു, 51 ദിവസം നൊയമ്പുണ്ടായിരുന്നു. ദുഃഖവെള്ളിയുടെ അന്ന് ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ഏപ്രിൽ മാസം 27-ാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി. എനിക്കൊരു ഗ്യാസിൻ്റെ ഇഷ്യൂ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ലീവ് കിട്ടുമല്ലോ, മെഡിക്കൽ ലീവ് കിട്ടുമല്ലോ, പ്രഗ്നൻ്റ് ആവുമെന്നൊരു ഹോപ്പില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഗ്യാസ്ട്രോയുടെ ഇഷ്യൂ അല്ലേ, എന്തെങ്കിലും നമുക്കറിയത്തില്ല, സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ഡോക്ടർ എന്തിനാണ് എനിക്ക് സ്കാൻ ചെയ്യുന്നത്, എനിക്ക് അതിൻ്റേതായ ഒരു ഇഷ്യൂ ഇല്ല, എനിക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നാൽ മതി, പിറ്റേ ദിവസം ഞാൻ ലീവ് എടുത്തോളാം. അങ്ങനെ അവിടെ സ്കാനിങ്ങിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് 300 റിയാലാണ് അവിടെ സ്കാൻ ചെയ്യുന്നതിന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, 300 റിയാലൊക്കെ കൊടുത്ത് സ്കാനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, നീ അങ്ങനെയുള്ളതൊന്നും നമുക്കില്ല. അങ്ങനെ ഞാൻ അവിടെ സ്കാനിങ്ങിന് പോയപ്പം എല്ലാം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസാണ് അവിടെ ഇരിക്കുന്നത്. എനിക്കത് കണ്ടപ്പം ഭയങ്കര മാനസിക വിഷമം വന്നു. മാതാവേ, ഞാനെന്നാ ഇങ്ങനെ വന്നിരിക്കുന്നത്, എനിക്കിതിനുള്ളൊരു ഭാഗ്യമുണ്ടോ എന്ന് പ്രാർത്ഥിച്ചു. അന്നേരവും ഞാൻ ചൊല്ലി, മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. റിപ്പീറ്റ് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു.
അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ അവിടെ എന്നെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, തനിക്ക് പീരീഡ്സ് ആയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഈ മാസം ആയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ 12 വർഷം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ താൻ പ്രഗ്നൻ്റ് ആണ്, 6 വീക്സ് ഇപ്പോൾ ഗ്രോത്ത് ഉണ്ട്, കുഞ്ഞിന് ഹാർട്ട് ബീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിന് മുമ്പ് ഞാൻ അതിന് മുമ്പ് ജോലി ചെയ്യുമായിരുന്നു, വെയിറ്റ് എടുക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും കൂടാതെ 6 വീക്സ് പ്രഗ്നൻ്റ്, ഹാർട്ട് ബീറ്റും എല്ലാം ഉണ്ട്, എല്ലാം നോർമലായിട്ട്. പിന്നെ ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചു, ഞാൻ നാട്ടിൽ വരുമ്പോൾ ആദ്യം ഞാൻ കൃപാസനത്തിൽ വരും, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ വീട്ടിൽ പോലും പോകുമെന്നുള്ളത്. അങ്ങനെ ഓരോ സ്കാനിങ്ങിന് ഞാൻ പോകുമ്പോഴും എൻ്റെ മമ്മി എനിക്ക് ഇവിടുന്ന് ഉപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഉപ്പും കൊണ്ടായിരുന്നു പോകുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. ഓരോ സ്കാനിങ്ങിലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാര്യം എൻ്റെ ഏജ് ഓവറാണ്, 36 വയസ്സായിരുന്നു എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. എല്ലാം 6 മാസം വരെ പൂർണ്ണ ആരോഗ്യത്തോടു കൊണ്ട് തന്നെ എനിക്കൊരു പ്രോബ്ലം ഇല്ലാതെ ഞാൻ 6-ാം മാസം നാട്ടിലെത്തുന്ന നേരം എല്ലാവരും എന്നോട് പറഞ്ഞു, നീ ഇത്ര റിസ്ക് എടുക്കണ്ട, ആദ്യം വീട്ടിൽ പോ, പിന്നെ കുഞ്ഞുമായിട്ട് കൃപാസനത്തിൽ വന്നാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് മാതാവ് തന്ന കുഞ്ഞാ, എനിക്ക് ഒരു ആപത്തും വരുത്തില്ല, ഞാൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ 9-ാം മാസം വരെ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ലായിരുന്നു. ലാസ്റ്റ് സ്കാനിങ് ആയപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇത് കോഡ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. ചുറ്റിയാൽ തന്നെയും പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ തന്നെ എന്നെ നവംബർ മാസം 27-ാം തീയതി ഞാനൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഞാൻ കുഞ്ഞിന് മിലൻ എന്ന് പേരിട്ടു. എനിക്കും എൻ്റെ മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരെയും അറിയിക്കും. ഞാൻ എന്നിട്ട് എന്നെ കളിയാക്കിയ വ്യക്തികൾക്കെല്ലാം അതുവരെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. കളിയാക്കിയ വ്യക്തികൾക്കെല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവ് തന്ന കുഞ്ഞാണ്, എൻ്റെ കൃപാസന അമ്മ തന്ന കുഞ്ഞാണ്. എൻ്റെ ഹസ്ബൻഡും അതോടുകൂടി നല്ല വിശ്വാസത്തിലായി. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് എല്ലാവരെയും അറിയിച്ചു, അവൾ കൃപാസനത്തിൽ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് ലഭിച്ച കുഞ്ഞാണെന്ന്. എൻ്റെ കുഞ്ഞുമായിട്ട് ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എന്നും എനിക്ക് മാതാവിൻ്റെ സാക്ഷിയായി തന്നെ ജീവിക്കാനും എന്നെപ്പോലെ ഒരുപാട് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് ദമ്പതികൾക്കുണ്ട്. ഇവർക്കെല്ലാം എൻ്റെ ഈ സാക്ഷി ഒരു പ്രചോദനമാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി. 2 സാമുവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. അഞ്ജു അരുൺ തൻ്റെ കുഞ്ഞുമായി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 12 വർഷമായി മക്കളില്ല, എടുക്കാത്ത ട്രീറ്റ്മെൻറ്റുകളില്ല, ലക്ഷങ്ങൾ തങ്ങൾക്ക് നഷ്ടമായത് മാത്രം മിച്ചം. ഇനി കുഞ്ഞുങ്ങളുണ്ടാകാനേ സാധ്യതയില്ല. ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുത്തത്. എന്നാൽ ഈ മകള് ഈശോയെ അറിഞ്ഞ മകളെന്ന് പറയുക തൻ്റെ ഉടമ്പടിയിലൂടെ മാത്രമാണ്. അതിനു മുൻപ് ഈശോയുമായി ഒരു സ്നേഹബന്ധം ഈ മകൾക്കുള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മമ്മി വന്ന് ഉടമ്പടി എടുക്കുന്നു ഇവിടെ, പിന്നീട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു. എത്രമാത്രമാണ് പരിശുദ്ധ അമ്മ ഓൺലൈൻ ഉടമ്പടിയെയും ആദരിക്കുന്നത്. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് താൻ കുറേയൊക്കെ താൻ ചെയ്യാനായിട്ട് പരിശ്രമിച്ചു. തനിക്ക് കൂടുതലൊന്നും പറ്റിയില്ല എന്ന് ഇന്നിവിടെ ഏറ്റു പറയുന്നുണ്ട്. പക്ഷേ വീണ്ടും അവസാനം പറഞ്ഞു നിർത്തിയതാണ് നാം പ്രാധാന്യമായിട്ട് എടുക്കേണ്ടത്. ഞാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിരിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ എല്ലാവർക്കും ഇട്ടുകൊടുത്തു. കൃപാസന അമ്മ എനിക്ക് നൽകിയ കുഞ്ഞാണെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു. ഇവിടെയാണ് ഈ മകള് മാറിയത്. അതായത് തനിക്ക് ഉടമ്പടി എടുത്താൽ കുഞ്ഞുണ്ടാകുമോ എല്ലാവരും പറയുമ്പോൾ അല്പം ശങ്കിച്ചു പോയി. എങ്കിലും മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. തൻ്റെ കാതുകളിൽ, തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ അധരത്തിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് നടന്നത്. അധരം കൊണ്ട് ക്രിസ്തുവിനെ ഏറ്റുപറയുകയും ഹൃദയത്തിൽ ക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ് അവിടുത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകും. അതാണ് ഇന്ന് കൃപാസനത്തിലൂടെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുക. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ സാറായുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ
എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച അവസ്ഥ, ഒറ്റപ്പെടലിൻ്റെയും കുറ്റപ്പെടുത്തലുകളിൻ്റെയും ഒക്കെ ആ ഒരു അവസ്ഥയിൽ ഇനിയും അധിക്ഷേപങ്ങൾ കേൾക്കാൻ എനിക്കിടവരുത്തരുതേ എന്നുള്ള ഈ മകളുടെ പ്രാർത്ഥന, അത് സാറായിയുടെ പ്രാർത്ഥനയായിട്ട് തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ അഞ്ജു അരുൺ അത് തൻ്റെ ഹൃദയത്തിൽ താൻ പൂജിക്കുന്ന ദൈവത്തെ, താൻ സ്നേഹിച്ചു തുടങ്ങിയ ദൈവത്തെ, സത്യദൈവത്തെ ഈ മകള് അങ്ങനെ ആരാധിക്കുകയാണ്. അങ്ങനെ തൻ്റെ കുഞ്ഞിനെ തനിക്ക് ലഭിച്ചു. യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ, അതായത് പിന്നീടാണ് 9-ാം മാസത്തിന് ശേഷമാണ് അല്പമൊക്കെ കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് പ്രഗ്നൻസിയിൽ കാണുന്നത്. അതുവരെയും നോർമലായിരുന്നു പ്രഗ്നൻസി, ഒരു കോംപ്ലിക്കേഷനുമില്ല. അങ്ങനെ തൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ ഇന്ന് വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാകണം, ആരും വിഷമിക്കണ്ട എന്നാണ് അഞ്ജു ഇതിലൂടെ പറയുക. അങ്ങനെ ആര് വിളിച്ചാലും വിളി കേൾക്കുന്ന കർത്താവാണ്. അതിന് ജാതിയില്ല, മതമില്ല, അതിർവരമ്പുകളില്ല. ആരെന്ന് നോക്കാതെ വാരിക്കോരി മടി നിറച്ച് അളന്ന്, നമുക്ക് നിറച്ചളന്ന് അമർത്തിക്കുലുക്കി നമ്മെ പറഞ്ഞു വിടുന്ന ദൈവത്തിൻ്റെ വാത്സല്യമുള്ള സ്നേഹത്തിന് നമുക്ക് നന്ദിയുള്ളവരാകാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. വിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈ അൾത്താരയിൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ കുടുംബത്തെ നിയോഗിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മഞ്ജു ഷോണി. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ചെങ്ങാലൂർ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. 2022 ഒക്ടോബർ 5-നാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗമെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞുവാവയെ കൂടെ വേണമെന്നുള്ളതായിരുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. 3 മക്കളുടെയും പ്രസവത്തിന് ശേഷം ഞാൻ പ്രസവം നിർത്തിയിരുന്നു. അതിനുശേഷം ഒരു 8 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് പിന്നീട് ഒരു കുഞ്ഞുവാവയും കൂടെ വേണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുഴുക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ഹോസ്പിറ്റലിലുള്ള ഫിൻഡോ ഡോക്ടറെ പോയി കണ്ട് ഞങ്ങൾ റീകാനലൈസേഷൻ ചെയ്തു. റീകാനലൈസേഷൻ ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. അത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു. ഒത്തിരിയേറെ വിഷമങ്ങളും വേദനകളൊക്കെ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കലെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നത്. എൻ്റെ ഫ്രണ്ടായിട്ടുള്ളൊരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ ആദ്യമായി ഇവിടെ വരുന്നത്. ഉടമ്പടി എന്താണെന്ന് എനിക്ക് അറിയണ്ടായില്ല. അങ്ങനെ ആദ്യമായി ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം പിന്നീടാണ് ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയുടെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞുവാവെ തരണമെന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്യാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്കാനിങ്ങിന് പോയി. സ്കാൻ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപം കയ്യിൽ കൊണ്ടുപോയിരുന്നു. സ്കാനിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ 2 സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു. ഒന്ന് 6.5ഉം ഒന്ന് 5.7ഉം, അങ്ങനെ 2 സിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആകെ തളർന്നു പോയി. ഞാൻ വളരെ പ്രതീക്ഷയോടെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എനിക്ക് ആകെ വിഷമമായി. എന്നാലും ഞാൻ വിഷമം കൈവിടാതെ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ഡോക്ടർ ഒരു 9 മാസത്തോളം എന്നോട് ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞിരുന്നു. ഇതിനിടയ്ക്ക് MRI എടുത്തു. MRI എടുത്തപ്പോൾ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ 9 മാസം ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ സിസ്റ്റ് പകുതിയായി എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി പ്രഗ്നൻസിക്ക് ഒരു ചാൻസ് ഇല്ല, ഇനി തൽക്കാലം 3 മക്കളുണ്ടല്ലോ അത് മതി എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. ഞാനിതിനു വേണ്ടി ഇറങ്ങി തിരിച്ചല്ലോ, ഇനി എനിക്കതിന് സാധിക്കില്ലല്ലോ, ഞങ്ങൾക്കൊരു കുഞ്ഞുവാവ എന്നൊരു സ്വപ്നം ഇനി പറ്റില്ലല്ലോ എന്നും ആലോചിച്ച് ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു. ഞാൻ കരഞ്ഞു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 14, 13 തിരുവചനങ്ങളായിരുന്നു. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്തുത്തരം പറയണമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിനെ നിയോഗിക്കുന്നുണ്ട്. ഞാനതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഡോക്ടർ എന്നോട് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. ഞാൻ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് നിന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഉറപ്പ് പറയാൻ പറ്റില്ല,
കൊച്ചിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസത്തെ സ്കാൻ കഴിഞ്ഞ് നോക്കിയപ്പോൾ കൊച്ച് ഓക്കെയാണ്, ഹാർട്ട് ബീറ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സ്കാനിങ്ങിന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപ മുറുകെ പിടിച്ചുകൊണ്ടാണ് പോയിരുന്നത്. അങ്ങനെ ഓരോ സ്കാനിങ് കഴിഞ്ഞപ്പോഴും എൻ്റെ കുഞ്ഞിന് കുഴപ്പമില്ല. ഞാനിവിടെ അതിനിടയ്ക്ക് 4ാമത്തെ മാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ 6ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നു. മാതാവിന് നന്ദി പറഞ്ഞു. ഒരു ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്നെ എനിക്ക് തരണേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അങ്ങനെ 9ാമത്തെ മാസം എനിക്ക് സിസേറിയനിലൂടെ തന്നെ നല്ല ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാനിവിടെ ഏറ്റവും ആദ്യമായി ഇവിടെ വരുമ്പോൾ ഇവിടെ എന്താണ് ഉടമ്പടി എന്നൊക്കെ അറിയാൻ വേണ്ടി ആദ്യമായി വന്ന സമയത്ത് എൻ്റെ കൈമുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല, പാത്രം കഴുകാനോ ഒന്നും ചെയ്യാൻ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ കൈവേദന ഇങ്ങനെ മാറ്റി തരണേ മാതാവിന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു ചേച്ചി എന്നെ തട്ടി വിളിച്ചിട്ട്, ഞാൻ അറിയും കൂടെ ഇല്ല, ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോൾ എന്തിനു വേണ്ടിയിട്ടാ മോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണേന്ന്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കണേന്ന്. അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും മോളെ, മോൾക്ക് കുഞ്ഞിനെ തരുന്നുണ്ടെന്ന് പറഞ്ഞു ആ ചേച്ചി എന്നോട്. അങ്ങനെ തൈലം പുരട്ടി വീട്ടിൽ വന്ന് ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കൈമുട്ട് വേദന മാറിപ്പോയി. ഇന്നേ വരെ എനിക്ക് ആ വേദന പിന്നീട് വന്നിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഓട്ടിസം പാർക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഒരു സ്കൂളുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ അവരോടൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരോടൊത്തായിരിക്കാറുണ്ട്. ഞങ്ങൾ മക്കളും ഹസ്ബൻഡൊക്കെ കൂടെ പോകാറുണ്ട്. പിന്നീട് ഞങ്ങളുടെ വീടിനടുത്ത് കാരുണ്യ എന്ന് പറയുന്ന ഒരു മാനസിക രോഗികളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ഞങ്ങൾ എല്ലാ മാസവും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പോകും, മക്കളെല്ലാവരും കൂടെ പോയി അവർക്കെല്ലാവർക്കും പത്രം കൊടുത്ത് എന്നാലാവുന്ന വിധത്തിൽ കാശായിട്ട് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ ഉടമ്പടി ഉപ്പും കാശ് രൂപ ഉടമ്പടി ഉപ്പ് തൈലമൊക്കെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർ നെറ്റിയിലേക്ക് ഞാൻ അവർക്ക് പുരട്ടി കൊടുക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും അവർ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചാണ് പോയിരുന്നത്. കുഞ്ഞുവാവ ഉണ്ടായ അന്നു മുതൽ ഇന്ന് വരെ കുഞ്ഞുവാവയെ കുളിപ്പിച്ച് കഴിയുമ്പോൾ രാവിലെയും വൈകുന്നേരവും കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരപ്പിച്ച് തൈലം കുരിശ് വരച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ഇതുവരെ പനിയായിട്ട് രോഗങ്ങളായിട്ടൊന്നും ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടില്ല. ഇത്രയുമാണ് എൻ്റെ അനുഗ്രഹങ്ങൾ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 8ാം അധ്യായത്തിൽ 5ാം തിരുവചനം അരുളി ചെയ്യുന്നു, കളിച്ചുല്ലസിക്കുന്ന ബാലികാ ബാലന്മാരെ കൊണ്ട് നഗരവീഥികൾ നിറയും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇക്കാലത്ത് ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അത് അത്ഭുതമായി തോന്നും. മഞ്ജു ഷോണിയും കുടുംബവും തങ്ങളുടെ 4 മക്കളുമൊത്ത് ഇവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രസവം നിർത്തിയിട്ട് 12 വർഷമായി. 3 മക്കളുണ്ട്. തങ്ങൾക്കൊരു കുഞ്ഞിനെ കൂടി വേണം. ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ റീക്യാനലൈസേഷനിലൂടെ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടായിരുന്നു. എന്നാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അവസ്ഥയാണ്. പിന്നീടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നതും പിന്നീടല്ലേ കൺസീവ് ആകുന്നത്. അങ്ങനെ ആ ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് താൻ വീണ്ടും പ്രഗ്നൻ്റ് ആകുന്നതും പ്രഗ്നൻസിയൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തങ്ങൾക്ക് എങ്ങനെയാണ് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ കൂടെ തങ്ങൾക്ക് ലഭിച്ചത്. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 1ാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, കേട്ടാൽ ആരും സമ്മതിക്കാത്ത പ്രവൃത്തികൾ നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. കൃപാസന ആൾത്താര ഇന്ന് ഇങ്ങനെ ദൈവവചനത്തിൽ ഊന്നിയ അനുഭവ സാക്ഷ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. നിങ്ങൾക്കിത് സാക്ഷ്യം പറയുന്നതിനുള്ള സമയമായിരിക്കുമെന്ന് പറഞ്ഞ് തനിക്ക് കിട്ടിയ ദൈവവചനത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരുന്നു. തനിക്ക് 4ാമതും ഒരു കുഞ്ഞിനെ ലഭിച്ച അനുഭവ സാക്ഷ്യമാണ് ഈ കുടുംബം ഇവിടെ വന്ന് പങ്കുവയ്ക്കുക. അവരുടെ കുടുംബജീവിതം അതും എല്ലാവരും ഒന്നിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക.
മക്കളെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് ചെയ്യുവാനായിട്ട് മക്കളെയും കൂടെ കൂട്ടിക്കൊണ്ട് അതിനൊക്കെ മുൻകൈയെടുത്ത് ഈ മാതാപിതാക്കൾ ഉടമ്പടിയിലൂടെയുള്ള തങ്ങളുടെ ജീവിതയാത്ര തുടരുകയാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതൊക്കെ എന്തെല്ലാമാണ് തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞു. ജീവിതത്തിൽ ദൈവം കൂടെയുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവം അനുഗ്രഹിച്ച അവിടുത്തെ അനന്തമായ കാരുണ്യത്തിന് നമുക്ക് സന്തോഷത്തോടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.